എല്ലാവർക്കും നമസ്കാരം. അർജന്റീന ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനൽ മത്സരത്തിന് തൊട്ടു മുൻപായി വൈദ്യുതി പോയതിനെ തുടർന്ന് അന്നമനട സെക്ഷൻ ഓഫീസിലേക്ക് വരികയും സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും അവിടുത്തെ സാധന സാമഗ്രികൾ കേടുവരുത്തുകയും സുമാർ ഏകദേശം 10,000 രൂപയുടെ നഷ്ടം വരുത്തുകയും ചെയ്ത കേസിൽ അന്നമനട വെണ്ണൂർ സ്വദേശികളായ മണി 41 വയസ്സ്, അഭിജിത്ത് 26 വയസ്സ്, അരുൺ 26 വയസ്സ് എന്നീ പ്രതികളെ മാള പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തു. ജൂലൈ 15 രാത്രി 11:55 സംഭവങ്ങളുടെ തുടക്കം. അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ മത്സരം കാണാൻ തയ്യാറെടുക്കുന്നതിനിടെ വൈദ്യുതി മുടങ്ങിയതിലുള്ള വൈരാഗ്യത്താൽ പ്രതികൾ അന്നമനട KCB സെക്ഷൻ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി വടികൊണ്ട് ക്യാബിൻ അടിച്ചു തകർത്തു. തുടർന്ന് ജൂലൈ 16 പുലർച്ചെ 12:05 വീണ്ടും ഓഫീസിലെത്തിയ പ്രതികളോട് കാര്യമന്വേഷിച്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്ന ഓപ്പറേറ്ററായ കുഴൂർ പാറപ്പുറം സ്വദേശി കോട്ടായി വീട്ടിൽ നിതിൻ 37 വയസ്സെന്നയാളെ വടികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഓഫീസിലെ ക്യാബിൻ തകർത്തതിലൂടെ ഏകദേശം 10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പരാതി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും പ്രതികൾക്കെതിരെ കേസെടുത്തു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മാള പോലീസ് സ്റ്റേഷൻ SI ഫൈസൽ കോറോത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ്മാരായ വിനോദ് KF, ഷാരോൺ KR എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പോലീസ് ഇതിൽ പിടികൂടിയിട്ടുള്ള പ്രതികളിൽ അതിലൊരാൾ മാത്രമാണ് അത്ര വലിയ ഒരു പ്രശ്നക്കാരനായിട്ട് പറയുന്നത്. നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ബാക്കിയുള്ള ആളുകൾ ഈ ഒരാളുടെ പിന്നാലെ ആവേശപൂർവ്വം വന്നതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഓഫീസുകൾ പ്രത്യേകിച്ച് KCB തുടങ്ങിയിട്ടുള്ള സർക്കാർ ഓഫീസുകളിലേക്ക് ഉള്ളിൽ കയറി നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കില്ല. പൊതുമുതൽ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നറിയോ? പണ്ട് മേലൂർ KCBയിലേക്ക് കുറേ പേര് ഇതുപോലെ സമരവുമായിട്ട് ശക്തമായിട്ട് പോയിട്ട് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് ശേഷം അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് മേലൂക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ പറയുന്നത്, ഒരാൾ ആവേശത്തോടുകൂടി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ആവേശം കൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളൊക്കെ ഇതുപോലെയുള്ള രീതിയിൽ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരികയും പോലീസിൻ്റെ പിടിയിലാവുകയും കേസ് വരികയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഒരു കുറ്റം പോലും ജീവിതത്തിൽ ഇതുവരെയായിട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാത്ത ആൾക്കാരും ഇതിൽ പെടുന്നു. അതുകൊണ്ട് ഇത്തരം സർക്കാർ ഓഫീസുകളിലേക്ക് ആവേശപൂർവ്വം ഷോ വർക്ക് കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, ഞാൻ ആ ഉന്നതി പ്രദേശത്ത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ പറയുന്ന പലരും അത്ര വലിയ പ്രശ്നക്കാരൊന്നുമല്ല. പക്ഷേ ഇങ്ങനത്തെ ഷോ വർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് KCBയിലൊക്കെ ജീവനക്കാരെ അതിക്രമണത്തിന് പോകരുത്. അതിക്രമിക്കാനായിട്ട് നമ്മൾ സർക്കാർ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഉള്ളിൽ ചിന്ത വേണം. എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിസാര കാശൊന്നല്ല പിഴ വരാം. 10,000 മേൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 60,000 ഒക്കെ വരെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാർ ഓഫീസുകളിലേക്ക് ഇടിച്ചു പൊളിച്ച് കയറി ഷോ വർക്ക് കാണിക്കാൻ പോകരുത്. നമ്മൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടില്ലെങ്കിലും ഇതിൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അകപ്പെടും. നന്ദി, നമസ്കാരം.